ഗായ്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ക്രോക്രോച്ച് പാർട്ടി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും എല്ലാത്തിലും ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ക്രോക്രോച്ച് പാർട്ടി. നമ്മുടെ അഭിജിത്ത് ആപ്കെ രൂപീകൃത നമ്മുടെ ഒരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ തുടങ്ങിയ ഈ പാർട്ടി ഇപ്പോൾ വളർന്നാകെ പന്തലിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഇതിൻ്റെ സപ്പോർട്ടുകൾ വളരെയധികം ഏറി വരികയാണ്. ഈ പാർട്ടിയുടെ കാര്യം പറഞ്ഞ വളരെ രസകരം തന്നെയാണ്. തൊഴിലില്ലായ്മയെക്കുറിച്ചും നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർച്ചയെക്കുറിച്ചും സംസാരിക്കുന്ന ആക്ടിവിസ്റ്റുകളെ പാറ്റ എന്നൊരു ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് ഈ പാറ്റ എന്നൊന്ന് ഉൾക്കൊള്ളിച്ച് അത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചടഞ്ഞിടുന്ന വെറും പാറ്റകളാണ് എന്ന് പറഞ്ഞ് രൂപീകരിച്ച നമ്മുടെ അഭിജിത്ത് ആപ്കെ രൂപീകരിച്ച ഒരു പാർട്ടിയാണ് നമ്മുടെ CJP പാർട്ടി. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ഭരണകൂടത്തെയും നമ്മുടെ നിലവിലത്തെ ഭരണകൂടത്തെയും നമ്മുടെ ഈ പറയും പോലെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചൊക്കെ ഒരു വളരെയധികം എന്താ പറയുക പ്രതിഷേധിക്കുന്ന ഒരു ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രോക്രോച്ച് പാർട്ടി എന്നൊരു ഓൺലൈൻ പ്രസ്ഥാനം തന്നെയാണ് ഈ പറയുന്ന CJP. തുടക്കത്തിൽ ഒരു തമാശ പേജുകളായിട്ട് തുടങ്ങുന്നത്. ഈ പേജ് പൂട്ടിക്കാൻ പലപ്പോഴും, അതായത് ഈ പേജ് തുടങ്ങുമ്പോൾ ഇതിനെ പൂട്ടിക്കാൻ പല ശ്രമങ്ങൾ നടങ്ങിയിരുന്നു. പക്ഷേ അതിനെല്ലാം ഇരട്ടിയാക്കി, അതിനെല്ലാം എന്താ പറയുന്നത്, അതിൻ്റെ 100 ഇരട്ടി ശക്തിയോടെയാണ് ഇവർ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിലേക്ക് ഒഴുകിയെത്തിയത് എന്ന് തന്നെ പറയാം. ഇവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ നീറ്റ് പരീക്ഷ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരുപാട് മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നും അതിൻ്റെ ഉത്തരവാദിത്വം, അതായത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുമായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. വെറും ഒരു ഓൺലൈൻ ട്രോളിൽ തുടങ്ങിയ ഒരു പാർട്ടിയാണ്. ഈ പ്രസ്ഥാനം തെരുവ് പ്രക്ഷോഭത്തിലൂടെ ഒക്കെ കടന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വമ്പൻ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വമ്പൻ ജനസപ്പോർട്ടുകളും ജനങ്ങളുടെ ഒരു എന്താ പറയുക കൂട്ടായ്മയും കൂടിയാണ് ഇപ്പോൾ CJPയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് CJP പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് മെയിനായിട്ട് കാരണമുണ്ടായത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലേക്ക് നടന്ന ഒരു മാർച്ച് ഉണ്ടായിരുന്നു നമ്മുടെ CJP പാർട്ടിയുടെ. ആ പാർട്ടിയുടെ മാർച്ചിൽ നമ്മുടെ ഡൽഹി പോലീസ് വമ്പൻ ആക്രമണം തന്നെയാണ്. അതായത് ഒരു വിദ്യാർത്ഥികൾ എന്നൊരു പരിഗണന പോലും നടക്കാതെ അവർ അടിച്ച് ഓടിച്ച് തല്ലി തകർത്ത്, പോലീസുകാർ മാത്രമല്ല അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ ആൾക്കാരുണ്ടെന്നൊക്കെ കേൾക്കുന്നു. വേറെ യൂണിഫോം ധരിക്കാതെ ആൾക്കാർ ഇവർ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സത്യാവസ്ഥ എന്ന് നമുക്കറിയത്തില്ല. കുറേ വീഡിയോസൊക്കെ അങ്ങനെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഈ വിദ്യാർത്ഥികളെ അടിച്ച് എന്താ പറയുക, അവരുടെ ആവശ്യം കേൾക്കാൻ പോലും നിൽക്കാതെ അവർ അടിച്ചോടിച്ചു എന്നുള്ളതിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധവും ആളിക്കത്തിയിരിക്കുന്നത്. അത് അവരുടെ പാർട്ടിക്ക് വളർച്ച തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അറിയാതിരുന്നവർ പോലും ഈ പാർട്ടിയെക്കുറിച്ച് അറിയുകയും ഒരുപാട് ജനപ്രതിനിധികൾ, രാഷ്ട്രീയക്കാർ, സാംസ്കാരിക നേതാക്കന്മാർ എല്ലാവരും ഇവർക്ക് ഈ ഇന്ത്യയിലെ പല സ്ഥലത്തു നിന്നും സപ്പോർട്ടായിട്ട് വരുന്നു. ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അത് കാരണമാകുന്നു. നമ്മുടെ കോൺഗ്രസ്, BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഐ തിങ്ക് ശിവസേന, അതായത് BJPയുടെ കൂടെ നിന്ന് ശിവസേന വരെ ഇവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നു. അവരുടെ വേദിയിലെത്തി സംസാരിക്കുന്നു. അവർക്ക് വേണ്ടി വാക്കുകൾ പറയുന്നു. എന്താ പറയുക, അവർക്ക് വേണ്ടി പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. അതായത് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസ് അടക്കം ആവശ്യപ്പെട്ടത് ഇവരുടെ ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കേൾക്കൂ എന്നുള്ളതാണ്. എന്നാൽ ഈ BJP എന്നുള്ള സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അത് കേൾക്കാൻ കൂടി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. കാരണം അത് ശരിയല്ല. കാരണം വിദ്യാർത്ഥികളുടെ എന്താണോ ആവശ്യം അത് കേൾക്കാൻ തയ്യാറാകുക, അതിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക. അതാണ് ഈ പറയും പോലെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്യാത്തത്തോളം കാലം ഇവരെ ആക്രമണം എന്താ പറയുക ഇവരുടെ പ്രതിഷേധം കൂടുക തന്നെയുള്ളൂ എന്നുള്ളതാണ് ഇനിയുള്ള സത്യം. ചില വിദ്യാർത്ഥികളുടെ ചെറിയൊരു കൂട്ടായ്മയുടെ പ്രതിഷേധമായിരുന്ന ഇത് ഇപ്പോൾ ചില രാഷ്ട്രീയവും സാമൂഹികവും എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകി കേന്ദ്ര സർക്കാരിനെ ശരിക്കും സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഈ പ്രതിഷേധവും പ്രക്ഷോഭത്തിൻ്റെയും പോക്ക്. 2026 മെയ് മാസത്തിൽ സാധാരണ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ തുടങ്ങിയ ഒരു ആക്ഷേപഹാസ്യ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു ഇത്. അതിനെ ഇത്രത്തോളം വളർത്തി ഇപ്പോൾ ഐ തിങ്ക് 23 24, അതായത് ഒരു ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന്, അതായത് 10 ലക്ഷത്തോളം ആൾക്കാരാണ് ഇവരുടെ ഗ്രൂപ്പുകൾ, ഇവരുടെ പേജുകളിൽ ലൈക്ക് ചെയ്യുന്നതും ഇവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നതും. എങ്ങനെയാണ് ഈ പിന്തുണ വർദ്ധിക്കാൻ കാരണം? ആദ്യം വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു ഇതിന് പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. നമ്മുടെ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, അരവിന്ദ് കെജ്രിവാൾ, തേജസ്വി യാദവ് തുടങ്ങിയ എല്ലാ നേതാക്കളും, രാഷ്ട്രീയപരമായ എല്ലാ നേതാക്കളും ഈ പ്രതിഷേധത്തിന് സപ്പോർട്ടായിട്ട് വന്നിരുന്നു. അവരുടെ ആവശ്യം കേൾക്കുക, പ്രതിഷേധക്കാരുടെ ആവശ്യം കേൾക്കണം. അമിതമായ ബലപ്രയോഗവും ഈ പറയും പോലെ അടിച്ച് ഓടിക്കണ പരിപാടിയും സർക്കാർ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സിനിമാ ലോകത്ത് ഇതിന് പിന്നാലെ എന്താ പറയുക, സിനിമാ ലോകത്ത് ഐ തിങ്ക് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോളിവുഡിൽ ഷബന ആസ്മി, പ്രകാശ് രാജ്, സോനു സൂദ്, ദിർജിത്ത് ദോസാഞ്ച്, നമ്മുടെ റിതേഷ് ദേശ്മുഖ്, ജനീലിയ ഡിസൂസ, വീർ ദാസ്, അങ്ങനെ ഒരുപാട് പേര്
ബോളിവുഡിൽ നിന്നും, അതുകൂടാതെ നമ്മുടെ കേരളത്തിലാണ് ഈ കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത്, റീമ കല്ലിങ്കൽ, ഹാഷിർ, ഇപ്പോൾ പുതുതായിട്ട് ഹാഷിർ, നിഖില വിമൽ, ഗ്രേസി ആൻ്റണി, ദീപ തോമസ്, അങ്ങനെ ഒരുപാട് പേരും അവർക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ സംബന്ധിച്ചായാലും വിജയ് സേതുപതി, ശിവകാർത്തികേയൻ, അങ്ങനെ പ്രധാനപ്പെട്ട കുറേ താരങ്ങൾ ഇവർക്ക് സപ്പോർട്ടായിട്ട്, ഈ സപ്പോർട്ടുകൾ പല സംസ്ഥാനങ്ങൾക്ക് സപ്പോർട്ട്, പല സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ സപ്പോർട്ട് കൂടാനും, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വലിയൊരു പ്രസ്ഥാനമായി തീരുവാനും ഇടയാകും. ഈ പ്രസ്ഥാനം എത്രത്തോളം വലുതാകുന്നുവോ നമ്മുടെ സാമ്പത്തികമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണുന്നത് തന്നെയാണ്. കാരണം ഇനി എന്താകും ഇതിൻ്റെ അവസ്ഥ എന്നൊരു ചോദ്യം തന്നെയാണ്. ഈ പ്രതിഷേധം നമ്മുടെ ഗവൺമെൻറ് കാണുന്നില്ലേ? എന്തുകൊണ്ട് ഇത്ര പ്രതിഷേധം വളർത്തുന്നത് എന്തുകൊണ്ട്? എന്താവും അതിന് കാരണം? അതിൻ്റെ വിദ്യാഭ്യാസ മേഖല തകർച്ചയിലുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകണം. അതല്ലേ വേണ്ടത്. അല്ലാണ്ട് ഈ പ്രതിഷേധത്തെ അടിച്ചോൽപ്പിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ തല്ലി ഏൽപ്പിച്ചുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? അത് കൂടുകയല്ലേ ഉള്ളൂ. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ നടക്കുന്നത്. ഇനി എന്തായാലും പ്രതിഷേധത്തിനൊടുവിൽ ഇവർ ചർച്ചയ്ക്ക് തയ്യാറാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇനിയും പ്രതിഷേധം വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ രാജ്യത്തിന് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ്. കാരണം ഇത് ഒരു പാർട്ടിയെ വളർത്തുന്നു, അല്ലെങ്കിൽ ഈ പറയും പോലെ മറ്റ് രാജ്യങ്ങളിൽ നടന്ന പോലെ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ രാജ്യത്തെ തല്ലി തകർക്കുന്നതിലേക്ക് എത്തരുത്. കാരണം ഇതൊക്കെ നോർമലായിട്ട് പറഞ്ഞ് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അതാണ് നല്ലത്. അല്ലാണ്ട് ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലൊക്കെ നടന്ന പോലെ ഒരു ജൻസി പ്രസ്ഥാനം പോലെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അടിച്ചു തകർത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഓടിച്ചോടിച്ച് അതൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് തെറ്റ് തിരുത്താൻ തയ്യാറാകണം. അത് തന്നെയായിരിക്കും ഈ പാർട്ടിയുടെ ഉദ്ദേശം. അതിൽ ഉള്ളിൽ കയറി കളിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ നമുക്ക് കാത്തിരുന്നു കാണാം എന്താകും ഇന്നത്തെ രാഷ്ട്രീയം എന്ന്. CJP പാർട്ടി വെറും ഒരു സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ഈ പാർട്ടി ഇപ്പോൾ ആകെ പന്തലിച്ച് ഐ തിങ്ക് 24 മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു പേജായിട്ട്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഈ പാർട്ടി ഉണർന്നു. തുടക്കത്തിൽ ഡൽഹിയിൽ ഒരു പ്രക്ഷോഭം നടത്തിയപ്പോൾ ഒരു മനുഷ്യന്മാരുണ്ടായില്ല. എന്നാൽ അതിനെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് പേർ വരികയും ഇത് വെറും തമാശ പാർട്ടിയാണ്, ക്രോക്കോച്ച് പാർട്ടി എന്ന് പറഞ്ഞ് കളിയാക്കി. പക്ഷേ രണ്ടാമത്തെ അവരുടെ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം 20-ാം തീയതി നടന്നത് ദില്ലിയിൽ നടന്ന പ്രക്ഷോഭം വളരെയധികം ഈ നാടിനെ തന്നെ, ഈ ഇന്ത്യയെ തന്നെ പിടിച്ച് കുലുക്കി എന്ന് തന്നെ പറയാം. അത് കുലുക്കാൻ കാരണം ഈ ദില്ലി പോലീസിൻ്റെ വിദ്യാർത്ഥികൾക്ക് നേരെ അഴിച്ചുവിട്ട ഒരു ആക്രമണം തന്നെയാണ്. ഒരു ദുർദാക്ഷിണ്യമാണ്. അവർ വിദ്യാർത്ഥികളെ ഓടിച്ച് ഈ പറയും പോലെ പരിക്കേൽപ്പിക്കുകയും ഒരു വാക്ക് ഇവരുടെ പ്രതിഷേധം എന്താണ്? ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പ്രതിഷേധം കേൾക്കുവാൻ അത് തയ്യാറായിട്ട് അത് അടുത്തത്. പക്ഷേ ഇവരുടെ ന്യായമായ ആവശ്യം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം നീറ്റ് പരീക്ഷ വളരെ കഷ്ടപ്പെട്ട് പിള്ളേർ പഠിച്ചെടുക്കുന്ന പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു വിവാദമുണ്ടായിട്ട് അതിൽ ഒരു പ്രതികാരം നടത്താതെ അത് രണ്ടാമത് പരീക്ഷ നടത്തിയെന്നല്ലാതെ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിന് കാരണമായ നമ്മുടെ കേന്ദ്രമന്ത്രിയെ രാജിവെപ്പിക്കുക, അതൊക്കെ ഒരു ന്യായമായ കാര്യം തന്നെയാണ്. അതൊന്നും ചെയ്യാതെ, അതിലൊന്നും പ്രതികരിക്കാതെ, നമ്മുടെ പ്രധാനമന്ത്രിയടക്കം ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ പോകുന്നത് അതത്ര ശരിയല്ല. അതിനുള്ള മറുപടി ഈ പറയും പോലെ ഗവൺമെൻറ് നൽകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രതിഷേധക്കാരുടെ വാക്കുകളാൽ ചർച്ചയ്ക്ക് ഇവർ തയ്യാറാകും എന്ന് തന്നെയാണ്. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എന്താകും അവസ്ഥ എന്ന്. അഭിജിത്ത് ദീപ്കെ തുടങ്ങിയ ഈ ചെറിയൊരു പാർട്ടി ഇത്രത്തോളം വളർന്ന് ഇത്രത്തോളം ജന സപ്പോർട്ട് നേടി ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തമ്മിൽ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും അവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഇവരുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. ഒരു പ്രതിഷേധം നടന്നു. ഇനിയിപ്പോൾ ഇന്നലെ രാത്രിയും കോൺഗ്രസ്സുകാരും മറ്റേ രാഷ്ട്രീയ നേതാക്കളും എല്ലാം പ്രതിഷേധം വന്ന് അവരെ എല്ലാവരെയും വലിച്ചഴിച്ചുകൊണ്ടാണ് നമ്മുടെ കോൺഗ്രസ്സിൽ നമ്മുടെ ദില്ലി പോലീസ് കടന്നു ചെയ്ത്. ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്നുമൊക്കെ ഒരുപാട് പോലീസ് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വരുന്ന ന്യൂസുകൾ. അതായത് ഡൽഹിയിലെ പ്രതിഷേധം നടക്കുന്നതനുസരിച്ച് പോലീസുകാരുടെ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ ഇവിടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതിരിക്കുമോ എന്നറിയത്തില്ല. കാരണം നമ്മളും ആദ്യം കരുതി ഇത് സിമ്പിളായിട്ട് കണ്ട സാധനം തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ആകെ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോ സംസ്ഥാനത്തും വെച്ച് ഇവർ ഈ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് CJP കേരളം, CJP ബംഗാൾ, അങ്ങനെ ഓരോ സംസ്ഥാനം, തമിഴ്നാട്, അങ്ങനെ വെച്ച് ഓരോ സംസ്ഥാനം വെച്ച് അതിലൊക്കെ ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു സംസ്ഥാനം തന്നെ തമിഴ്നാട് സംസ്ഥാനത്ത് CJP പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് 156K, അത് 1,56,000 ഫോളോവേഴ്സാണ് അവർ പിന്തുടരുന്നത്. അത് തന്നെയാണ് ആ പാർട്ടിയുടെ വളർച്ച. ആ പാർട്ടി ഒന്നും ചെയ്യാതെ, ഒരു പാർട്ടി ഓഫീസോ അല്ലെങ്കിൽ ഈ പറയും പോലെ വേറെ ഒന്നും രൂപീകരിക്കാതെ
ചെയ്യാതെ ആ പാർട്ടിയിലേക്ക് ഒരു സംസ്ഥാനത്ത് നിന്ന് കൂടിയിരിക്കുന്ന ഒരു ജനങ്ങളാണ് 1,56,000 അത് നിസ്സാര നിമിഷം കൊണ്ട് അല്ലെങ്കിൽ നിസ്സാര ദിവസം കൊണ്ട് കയറിയിരിക്കുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേപോലെ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുന്നതിന്, പാർട്ടി വളരുന്നതിന്, അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്നതിന്, ആൾക്കാരുടെ നമ്മുടെ രാഷ്ട്രീയത്തോടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനത്തിൽ ഇപ്പോൾ പഠിക്കുന്നവരോടുള്ള എതിർപ്പ് മൂലം മറ്റ് ഈ പറയും പോലെ CJPയിലേക്ക് അവരുടെ ആശയങ്ങൾ പിന്തുടരുന്നതിനും അവരുടെ താല്പര്യങ്ങൾക്ക് പുറകെ പോകുന്നതിനും കാരണമാകും. അത് തന്നെ നമ്മുടെ ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമാകും. അതായത് ഒരു ഇപ്പോൾ ഡൽഹിയിൽ മാത്രം നടക്കുന്ന ഈ പ്രക്ഷോഭം മറ്റ് സംസ്ഥാനങ്ങളിലെ ഓരോ സ്ഥലത്തേക്കും വ്യാപിക്കുന്നതിന് ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ വളർച്ച, ഈ പാർട്ടിയുടെ വളർച്ച കാരണമാകും. തമിഴ്നാട് ഒരു ഉദാഹരണം തന്നെയാണ്. അതേപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിലെ ഓരോ ജനങ്ങളും ഓരോരുത്തരും ഈ പാർട്ടിയുടെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ, അതായത് ഈ മറ്റ് പാർട്ടികളുടെ എതിർപ്പ് മൂലം അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനത്തെ എതിർപ്പ് മൂലം തുടങ്ങിയാൽ എത്രത്തോളം വിനിയാകും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണേണ്ടത് തന്നെയാണ്. അത് തന്നെ ഡൽഹിയിൽ മാത്രമല്ല, ഇവർ ഇനി സംസ്ഥാനത്ത് ഓരോ സംസ്ഥാനത്തും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കെതിരെ ഇങ്ങനെ പ്രക്ഷോഭവും പ്രതിഷേധവും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയും പോലെ കേന്ദ്ര സർക്കാർ കേൾക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കൂടുതൽ ഇതിൽ വിദ്യാർത്ഥികളുമാണ്. അതാണ് സങ്കടം. ഏറ്റവും ചെറുപ്രായക്കാരാണ്. അവരുടെ വിദ്യാഭ്യാസ രീതി, അവരുടെ കഷ്ടപ്പാട്, അവരുടെ വില അവർക്കത് കിട്ടുന്നില്ല എന്നൊരു ബോധം വന്നപ്പോഴാണ് അവർ പ്രതിഷേധിക്കാൻ ഇറങ്ങിയത്. അത് കണ്ടറിഞ്ഞ് ഗവൺമെൻറ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഗവൺമെൻറ് അവരുടെ ചർച്ചയ്ക്ക് വഴിയിപ്പിക്കരുത്. അവരുമായിട്ട് ചർച്ച ചെയ്യുക, കാര്യങ്ങളെല്ലാം തീരുമാനമാക്കുക. ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിൽ തുടരുന്ന നമ്മളും അതിൽ വളരെയധികം സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. പ്രതിഷേധങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ തീർന്നു പോകട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. കാരണം ഇത് ഒരുപാട് വളരാൻ അനുവദിക്കാതെ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ തല്ലി തകർക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മറ്റു രാജ്യത്തിലെ ആൾക്കാർക്ക് ഇതിൽ കടന്നുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടാതെ ഇത് നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ച് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് നല്ലൊരു വിദ്യാഭ്യാസ ചിട്ട, നല്ലൊരു വിദ്യാഭ്യാസ രീതി നമ്മൾക്ക് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിനും ഉയർച്ച ഉണ്ടാകുന്ന രീതിയിൽ ഇതൊരു നല്ല രീതിയിൽ തീരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. എന്തായാലും CJP പാർട്ടി എന്നൊരു വെറും ഹാസ്യ പാർട്ടിയായി തുടങ്ങിയ ഈ പാർട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ ഒരു എന്താ പറയുക, ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ പോലെ ഒരു ഗവൺമെൻറ് അട്ടിമറിക്കാവുന്ന രീതിയിലേക്ക് ഇത് വളരാതെ ഈ പറയും പോലെ ഒരു വലിയൊരു സംഭവമായി ഈ പാർട്ടി മാറിയിരിക്കുകയാണ്. കാരണം ഇൻ്റർനാഷണൽ ന്യൂസുകളടക്കം ഈ CJP പാർട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് എന്താകും ഇനിത്തെ ഇതെന്ന് അറിയത്തില്ല. കൂടുതൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനും നമുക്ക് നാടിനും എതിരായി തീരാതെ നല്ല രീതിയിൽ തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.